ഡീൽ ആരോപണത്തിൽ കൊണ്ടും കൊടുത്തും LDFും UDFും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഗോൾവാൾക്കർ ചിത്രത്തിന് മുൻപിൽ VD സതീശൻ വിളക്ക് കൊളുത്തിയത് ഏതു ഡീലിന്റെ അടിസ്ഥാനത്തിലെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ പിണറായി ലക്ഷണമൊത്ത RSS ഏജന്റാണെന്ന് VD സതീശനും തിരിച്ചടിച്ചു. കോൺഗ്രസ് ഉന്നയിച്ച ഡീൽ ആരോപണത്തിന് ഇതുവരെ മറുപടി പറഞ്ഞു പോകുകയായിരുന്നു CPIM. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിട്ട് ആക്രമിച്ച ഫേസ്ബുക്ക് പോസ്റ്റോടെ വിഷയത്തിൽ ശൈലി മാറ്റുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും. RSS മേധാവിയായിരുന്ന ഗോൾവാൾക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ VD സതീശൻ താണുവണങ്ങിയത് ഏത് ഡീലായിരുന്നെന്ന് വ്യക്തമാക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു ഈ പരിപാടി. ഇക്കാര്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് മറ്റൊരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞ് സ്ഥിരമായി രക്ഷപ്പെടുകയാണ്. സതീശൻ പിന്തുണ അഭ്യർത്ഥിച്ചുവെന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് തന്നെ വെളിപ്പെടുത്തിയതാണെന്നും ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ RSSനെ പ്രതിരോധിച്ചത് CPIM ആണെന്നും അതിൽ കോൺഗ്രസിന് ഒരു പങ്കുമില്ലെന്നുമുള്ള പിണറായി വിജയന്റെ പ്രസ്താവന ചരിത്രമറിയുന്ന കേരള ജനത അവജ്ഞതയോടെ തള്ളിക്കളയുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. 1977 RSS പിന്തുണയോടെയാണ് പിണറായി വിജയൻ MLA ആയതെന്ന ആരോപണം ആവർത്തിച്ച VD സതീശൻ 1989 BP സിംഗ് സർക്കാരിനെ പിന്തുണച്ചത് BJPയും CPIMുമാണെന്നും തിരിച്ചടിച്ചു. VD സതീശന് പുറമെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, AICC നിരീക്ഷകനായ സച്ചിൻ പൈലറ്റ്, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവർ CPIM BJP ഡീൽ ആരോപണം ആവർത്തിച്ച് രംഗത്ത് വന്നു. പരസ്പരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി, അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഡീല് ആവർത്തിച്ചു എന്നുള്ള സത്യമാണ്. ഇത് BJPയിലെയും CPIMലെയും അണികൾക്ക് ദഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമാണ്. അവർ അംഗീകരിക്കുന്നല്ല. ഇത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ നേതാക്കന്മാരെടുത്തിരിക്കുന്ന തീരുമാനമാണ്. അത് ജനം അംഗീകരിക്കാൻ പോകുന്നില്ല. അതിനെതിരായിട്ടുള്ള വികാരം കൂടിയായിരിക്കും ഈ ഇലക്ഷൻ. അപ്പോൾ LDFും BJPയും തമ്മിൽ കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ, UDFിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ചിത്രം കേരളത്തിലുടനീളം ഞങ്ങൾക്ക് കാണാൻ കഴിയും. The fact that he's attacking Rahul ji every day is a negative campaign that he is doing. And to my mind, it is being done only to please the Prime Minister and the Congress and the BJP, so that some vote transfer may happen from BJP NDA to the LDF. രാവിലെ കോതമംഗലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ 2016 നേമത്തും 2026 തൃശൂരും BJP ജയിച്ചത് ആരുടെ വോട്ട് കൊണ്ടെന്ന് ചോദിച്ച മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണ്. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ, പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ തൃപ്തിപ്പെടുത്താനാണ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ നിരന്തരം വിമർശിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്ക് കയറും. മനസ്സിലായി, നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിലും ഒപ്പിട്ട് കൊടുക്കും. ഇന്ത്യ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാടിന് അനുയോജ്യമായ കാര്യമല്ല രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ഈ പൊതു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ കാഴ്ചപ്പാടിന് അനുയോജ്യമാണോ കേരളത്തിൽ വന്നിട്ട് പച്ചക്കള്ളം CPIMും BJPയും തമ്മിൽ ഡീലുണ്ടെന്നുള്ള പച്ചക്കള്ളം ഇത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ പറയാൻ പാടുണ്ടോ? അതിനിടെ വട്ടിയൂർക്കാവിൽ ഡീലുണ്ടെന്ന് ആരോപിച്ച K മുരളീധരന് മറുപടിയുമായി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയും CPIM ജില്ലാ സെക്രട്ടറി A റഹീമും രംഗത്തു വന്നു. മുരളീധരന്റേത് ശുദ്ധ അസംബന്ധമെന്ന് ശ്രീലേഖ പ്രതികരിച്ചപ്പോൾ വട്ടിയൂർക്കാവിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് റഹീം. ഈ ശുദ്ധ അസംബന്ധത്തിലൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ശുദ്ധ അസംബന്ധം, അതേ ഉള്ളൂ എൻ്റെ പ്രതികരണം. വട്ടിയൂർക്കാവിൽ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. പിന്നെ ആരായി പറയുന്നത്? ശ്രീ K മുരളീധരൻ. അദ്ദേഹം ഇപ്പോൾ വട്ടിയൂർക്കാവിലാണ്. ഇനി അടുത്ത അദ്ദേഹം വേറൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് പോകും. എവിടെയാണോ തിരഞ്ഞെടുപ്പ് അവിടേക്ക് പോകും. ഒരു ഡീലിനുമില്ലെന്നും ജയിക്കാനാണ് മത്സരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.